ഹായ്, ഞാനിവിടെ നിൽക്കുന്നത് 2 വർഷവും 9 മാസവും പഴക്കമുള്ള ഒരു വിയറ്റ്നാമിയൻ പ്ലാവിൻ്റെ മുകളിലാണ്. നിങ്ങളുടെ വീട്ടിലെ വിയറ്റ്നാമിയർലി പ്ലാവുകളുടെ 2 വർഷവും 6 മാസവും പഴക്കമുള്ള വിയറ്റ്നാമിയർലി പ്ലാവിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഈ ഏകദേശം ഒരു 60 ചക്കയായി നിൽക്കുന്ന ഈ പ്ലാവ് എപ്പോൾ പെട്ടെന്ന് വെച്ചാൽ മതി. ശരിയാണോ? എനിക്കിതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കാം. എൻ്റെ ചക്ക മക്കളെ, എനിക്ക് എന്തും കാണിക്കാം, പെടരില്ല. കണ്ടോ? സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ നിൽക്കുന്ന ഒരു പ്ലാവിനെ എൻ്റെ സഹോദരങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 15-20 ചക്കയുള്ള സമയത്ത് ഇതിൻ്റെ തല ഞാൻ അറുത്ത് മുറിച്ച് നിൽക്കുന്ന ജംഗ്ഷനാണ് ആ കാണുന്നത്. കണ്ടോ? ഈ താഴത്തെ കടയിലേക്ക് നോക്കിയേ, ഏതാണ്ട് 25 ഇഞ്ച് വണ്ണത്തിൽ എത്തിക്കഴിഞ്ഞു. തല മുറിച്ച് കളയാത്ത പ്ലാവിനെക്കുറിച്ച് ഞാൻ മുറിച്ചതും പറഞ്ഞായിരുന്നു അന്ന് പലരും അയ്യോ ചേട്ടൻ പ്ലാവ് വിട്ട് കളയുകയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ആ തല മുറിച്ചതിന് ശേഷമുള്ള ചക്കയുടെ വലുപ്പത്തിലേക്ക് നോക്കൂ. ഏകദേശം 50 ചക്കയിൽ കൂടുതൽ ഇത്തലിപ്പുണ്ട്. ഏകദേശം ഒരു 10-15 ചക്ക. അത് ഞെട്ട് ഞാൻ മുറിച്ചേക്കണ കണ്ടോ? ഈ ചക്കയുടെ ഞെട്ടി ഞാൻ മുറിച്ചേക്കണാണ് ഈ കാണുന്നത്. ചക്ക ഇട്ട് വിട്ടതാണ്. അതിന് ശേഷമുള്ള ബാക്കി ചക്കയാണ് കിടക്കുന്നത്. ഒരിക്കലും കസ്റ്റമറിനോട് നമ്മളൊരു നുണ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായി തത്സമയം നിങ്ങളെ എൻ്റെ പറമ്പിൽ ഇതുപോലെ ഏതാണ്ട് ഒരു 100 പ്ലാവുണ്ട്. ഈ 100 പ്ലാവിലും ഇതാണ് അവസ്ഥ. നേരെ വീഡിയോ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഈ പ്ലാവിലേക്ക് നോക്കും, കണ്ടില്ലേ? ഇത് മുഴുവൻ ഞാൻ വെട്ടിക്കഴിഞ്ഞതാണ്, വിളവെടുത്ത് കഴിഞ്ഞതിൻ്റെ ബാക്കി നിൽക്കുന്നതാണ്. എങ്കിലും അത്തല ഏകദേശം 2, 4, 6, 8, 10, 12, 14, 16, 20, 22, 23, 25, 26 ഏതാണ്ട് 28 ചക്കയെങ്കിലും ഇത്തലുണ്ട്, ചെറുതും വലുതുമായിട്ട്. നോക്കിക്കോളൂ, ഇടിച്ചക്കയായിട്ടും അല്ലാതെ ഞാൻ കൊടുത്തതാണ്. നേരെ ബാക്കിലേക്ക് തിരിച്ചോളൂ. ഇത്തല് വെറും 6-7 ചക്കയും ഇട്ടിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. തല മുറിച്ചു മാറ്റിക്കളയാത്ത ഒരു വിയറ്റ്നാമിയർലി പ്ലാവ് 2ാം വർഷം പിടന്നു വീഴും എന്നുള്ളതിൻ്റെ വീഡിയോ കാണിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് തല വെട്ടിമാറ്റിയ ശേഷമുള്ള വീഡിയോയുടെ പുതിയ വീഡിയോയാണ് 2024 നവംബർ മാസം 30-ാം തീയതി സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ തടിവണ്ണം? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പ്ലാവിൻ്റെ ശക്തി? ഞാൻ കയറി നിന്നാലും പെട്ടിട്ടില്ല. ഇനി തല മുറിക്കാത്ത ഇതേ സമയത്തുള്ള 2.5 വർഷത്തെ പ്ലാവിനെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ്. അപ്പോൾ തല മുറിച്ചു മാറ്റിന് ശേഷമുള്ള 2.5 വർഷം മാത്രം പ്രായമുള്ള ഒരു പ്ലാവിലുള്ള 60 ചക്കകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇപ്പോൾ തല മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പ്ലാവ് പോകുമെന്ന് കരയുന്ന എല്ലാവർക്കും, കഴിഞ്ഞ വർഷം കരഞ്ഞ എൻ്റെ എല്ലാവർക്കും, പക്ഷേ ആ വീഡിയോ വൻപൻ ഹിറ്റായിരുന്നു. ഏതാണ്ട് 30,500 ആളുകൾ ആ വീഡിയോ കണ്ടു. അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ കൊണ്ട നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എനിക്ക് വളരെ കടമയുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് എപ്പോഴും ഇത് തന്നെ ചെയ്യുമ്പോൾ ഒരു വിരസത ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാനത് ചെയ്യാത്തത്. തല മുറിക്കാതെ ഞാൻ കണ്ടോ, ആ പ്ലാവാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ആ പ്ലാവ് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. ഞാൻ കാണിക്കാം, നോക്കിക്കോളൂ. ഇത് കണ്ടില്ലേ? തല മുറിച്ചു മാറ്റാത്ത ഒരു പ്ലാവാണ് ഞാൻ ഈ കാണിക്കുന്നത്. അത്തേൽ ആകപ്പാടെ എത്ര ചക്ക ഉണ്ടെന്ന് നോക്കൂ. തീരെ ചെറിയ കുഞ്ഞി തടി അല്ലേ? ഇത് ഞാൻ തല മുറിക്കാതെ നിർത്തിയിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. ഇത്തലൊരു 10-15 ചക്ക ഇത്തലുണ്ട്, പക്ഷേ എല്ലാം ചെറിയ ചക്കയാണ്. കണ്ടില്ലേ? അതേ സ്ഥാനത്ത് തല മുറിച്ചു മാറ്റിയ പ്ലാവിനെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഒരേ ദിവസം വച്ചതാണെന്ന് സംശയമൊന്നും വേണ്ടല്ലോ. നോക്കിക്കോളൂ. ആ പ്ലാവിൻ്റെ ഇരട്ടി വണ്ണത്തോടെ തടിയിക്കുന്നുണ്ടില്ലേ? തല ഇവിടെ വെച്ച് ഞാൻ മുറിച്ചിരുന്നു കഴിഞ്ഞ വർഷം. എൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് എല്ലാവർക്കും അതറിയാം. ഇപ്പോൾ ഇത്തെ ചക്കകൾ നോക്കൂ, കണ്ടോ? ഇപ്പോൾ പ്ലാവ് കാറ്റത്ത് പെടരുകയില്ല, പ്ലാവ് വളഞ്ഞ് നിലത്ത് കുത്തുകയില്ല. നിറച്ച് ചക്കയാൽ സംബന്ധിച്ച് നല്ല തൂക്കമുള്ള ചക്കയാണ്. നോക്കിക്കോളൂ, ഞാൻ ക്യാമറ വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്തതാണ്. ഇത് കണ്ടില്ലേ? നല്ല മൂത്ത് കിടക്കുന്ന ചക്ക. ഇതിൽ നിന്ന് 8-10 ചക്ക ഞാൻ ഇട്ട് വിൽക്കുകയും ചെയ്തു. കണ്ടില്ലേ? കണ്ടോ? ഇനി നമുക്ക് ആ തല മുറിക്കാത്തതിൻ്റെ ചുവട്ടിലേക്കൊന്ന് പോകാം.
തല മുറിക്കാത്തതിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മളിത് ഇതിൻ്റെ നിന്ന് പോകുന്നത്. നടന്നു പോകുമ്പോൾ വീഡിയോയ്ക്ക് ഷെയ്ക്ക് ഉണ്ടാവും, കാരണം കാടും പുല്ലും എല്ലാം നിറഞ്ഞതാണല്ലോ. തല മുറിച്ചു മാറ്റാത്ത ഒരു പ്ലാവ് നിൽക്കുന്നത് കണ്ടോ? ചെരിഞ്ഞ് പെടന്ന് കിടക്കണം കണ്ടോ? അതിന് ശക്തിയില്ലാതെ 2-3 ചക്കയായിട്ട് അത് ചെരിഞ്ഞ് പെടന്ന് കിടക്കുന്നത് കണ്ടോ? ഞാൻ അന്നതിൻ്റെ തല വെട്ടി നിർത്തുമായിരുന്നെങ്കിൽ ആ തടിക്ക് ശക്തി വന്ന് ആ ചക്കയും വലുതായിക്കൊണ്ടാണ്. ഇപ്പോൾ കണ്ടോ പെടന്ന് നശിച്ച് കിടക്കണം. തല വെട്ടി മാറ്റാത്ത മറ്റൊരു പ്ലാവ് അവിടെ കാണിക്കാൻ പോവുകയാണ്. ഇതേ നോക്കിക്കോളൂ, കണ്ടോ? തല വെട്ടി മാറ്റാത്ത പ്ലാവ്, വണ്ണമേ ഇല്ല, കണ്ടില്ലേ? തടി പോലും മൂത്തിട്ടില്ല. ആകെപ്പാടെ 5-6 ചക്കയുണ്ട്, ഒക്കെ കൊട്ടടക്ക ചക്കകൾ, കണ്ടില്ലേ? എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് ഇനിയെങ്കിലും ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞ് അടുത്ത ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ മാസം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കഴിഞ്ഞ മാസമേ ചക്ക ആർക്കുമില്ലാത്ത സമയത്ത് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുമായിരുന്നു. എങ്കിലും നവംബർ മാസം 30-ാം തീയതി ഒരു സ്ഥലത്തും ചക്കയില്ലാത്ത സമയമാണ്. ആ ടൈമിൽ പോലും ഈ പ്ലാവിൽ ഇത്രയും ചക്കയുള്ളൂ. ഞാൻ തല മുറിച്ചു മാറ്റാതിരുന്നാലുള്ള ഗതികേടാണ് കാണിക്കുന്നത്. ഇങ്ങനെയായി പോവും. തല മുറിച്ചു മാറ്റിയ ശേഷമുള്ള പ്ലാവിലെ ചക്ക 3-ാം വർഷം നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. ഓക്കെ, ഇത് നോക്കിക്കോ, കണ്ടല്ലോ കടക്കട്ടയുണ്ടോ, കടവണ്ണം കണ്ടോ? ഇവിടെ വെച്ച് മുറിച്ചേക്കണുണ്ടോ തല? ഇത് ആദ്യം എടുത്ത വീഡിയോ അല്ല, പ്ലാവല്ല, ഇത് തൊട്ടടുത്ത പ്ലാവാണ്. ഇവിടെ വെച്ച് ഞാൻ തല മുറിച്ചു, പിന്നെ ഇവിടെ വെച്ച് മുറിച്ചു. ചക്ക കണ്ടോ? ചക്കയുടെ വണ്ണം കണ്ടോ? കണ്ടോ? ചക്കയുടെ വണ്ണം കണ്ടോ? കാണിച്ചേ, കണ്ടോ? ഏണ്ടൊരു 12 കിലോ തൂക്കമുണ്ട്. വട്ടം കാണിക്കേ. തല മുറിച്ചു മാറ്റുമ്പോൾ തടിയുടെ വണ്ണം കൂടുകയും ചക്കയുടെ വലുപ്പം കൂടുകയും ചെയ്യും. വേണോ? അടുപ്പില്ല. അയ്യോ, ഇത് തല മുറിച്ച് മാറ്റാത്തതാണ്. പ്ലാവ് പെടരാൻ പോകുന്നത് നോക്കിക്കേ. ഇത് തല മുറിച്ച് മാറ്റിയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞു പോകില്ലായിരുന്നു. എല്ലാ വീഡിയോയും നിങ്ങൾക്കൊരു പാഠമാകണം, അതിനാണ്. അതുകൊണ്ട് ചക്കയും ചെറുതാണ്. ചക്ക കാണിക്കാൻ കേട്ടോ. നല്ല വലിപ്പത്തിലുള്ള ചക്ക കിട്ടും. ചക്ക ചെറുതായി പോകുന്നില്ല കേട്ടോ, തല വെട്ടിയാ. ഞാൻ കയറി നിൽക്കുന്നത് കണ്ടോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടോ? തല മുറിച്ച് മാറ്റി 2.5 കൊല്ലം പഴക്കമുള്ള പ്ലാവിൻ്റെ മുകളിലാണ് ചക്ക മേത്തേക്ക് അടാതെ നീങ്ങി നിൽക്കുക. ഇത് വിൽക്കാനാണ് കേട്ടോ. ഒരു 15 ചക്ക ചോദിച്ചിട്ടുണ്ട്. കിലോ 60 രൂപയാണ്. ഏകദേശം ഒരു പ്ലാവിലെ ചക്ക 8 കിലോ, 9 കിലോ, 10 കിലോ. 1-2 ചക്ക ഇതുപോലത്തെ 8 കിലോ, 7 കിലോ ഉണ്ട്. ബാക്കി എല്ലാത്തിനും ഏതാണ്ട് ഒരു 13-14 ചക്ക ആയി കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? നമ്മളൊരിക്കലും എന്തുകൊണ്ടില്ലേ പ്ലാവിൻ്റെ മുകളിൽ കയറേണ്ട വരും തല മുറിച്ചില്ലെങ്കിൽ. മുറിക്കാത്ത പ്ലാവിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ വിശർക്കേണ്ട വന്നത്. തല മുറിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്ലാവ് ഇത്രയും പൊക്കത്തിൽ കവരെ കയറി എന്ന് നമുക്ക് ചക്ക ഇടാം. അടുത്ത വർഷം വീണ്ടും നമുക്ക് തല വെട്ടാം. ഈ ചക്ക തീരാൻ സമയത്ത് നമ്മൾ തല വെട്ടി നിർത്തണം. കൃത്യം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചക്ക കുറയുമ്പോൾ തല മുറിച്ച് നിർത്തുക. അതിലൂടെ അടുത്ത വർഷം ഇതേ സമയത്ത് 3-ാം ഭാഗവുമായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തല മുറിച്ചു മാറ്റിയ ശേഷം
ഇപ്പോൾ ഈ വണ്ണം ഉള്ള പ്ലാവിന് ഈ വണ്ണമായി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വീട്ടിലെ പ്ലാവുകളും പെടന്നു പോകും. സാജൻ പൈനാപ്പിളിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ഹായ്, നമ്മൾ ഇന്ന് കടയിലേക്ക് കൊടുക്കുന്ന 15 ചക്ക ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരു കിലോയ്ക്ക് 60 രൂപ വിലയാണ്. ഇങ്ങനെയാണ് ഒരു കൃഷിക്കാരൻ്റെ ശരീരം ഇരിക്കുകയുള്ളൂ. വീഡിയോയ്ക്ക് സൗന്ദര്യം കുറവാണ്, വീഡിയോ വിറയ്ക്കുകയാണ്. ചക്ക പ്ലാവിൻ്റെ തല വെട്ടിക്കളഞ്ഞു, പ്ലാവ് പോവില്ലേ, ചക്ക വെട്ടിക്കളഞ്ഞു എന്നുള്ളതിന് എല്ലാത്തിനും പരിഹാരമായില്ലേ. ഇപ്പോൾ 1-ാം വർഷം 2-ാം വർഷം വെട്ടി, 3-ാം വർഷം ഞാൻ വെട്ടാൻ പോകുന്നതേ ഉള്ളൂ. 2.5 കൊല്ലമായ പ്ലാവിൻ്റെ തടിവണ്ണം കണ്ടോ? എൻ്റെ കയ്യിൻ്റെ വണ്ണവും ഇങ്ങോട്ടും നോക്കി കണ്ടോ? വണ്ണം കണ്ടോ? അടുത്ത വർഷം ഇതിന് ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ കയറാം. ഇതേ നോക്കിക്കോളൂ. ചക്ക ഇടാൻ പോവാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തോന്നും, ഇത് കണ്ടോ കവര കണ്ടോ? മുറിച്ച് ആദ്യം മുറിച്ചത് ഇവിടെയായിരുന്നു, പിന്നെ മുറിച്ചത് ഇവിടെയായിരുന്നു. മുറിക്കുന്നിടത്ത് കവര വന്നങ്ങനെ ഉണ്ടോ? മുറിച്ച് കഴിഞ്ഞാൽ അപ്പം അവിടെ തടി മൂക്കും. വളർച്ച മുരടിക്കുകയാണ്. നോക്കിക്കോളൂ. കണ്ടോ? ഇത് കണ്ടോ? നവംബർ മാസം 30-ാം തീയതിയാണ്. ഞാൻ 1 മാസം മുമ്പേ ചക്ക വിറ്റു തുടങ്ങി. ഒരു വീടെടുക്കാൻ ചെറിയ ഒരു നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കൊരു വിനോദമായിട്ടല്ല കാണേണ്ടത്, ഒരറിവായിട്ട് കാണുന്നതിന് വേണ്ടിയാണ് ഇത്രയും വിശർത്ത് കുളിച്ച് നിൽക്കുന്ന ഞാൻ നിങ്ങൾക്ക് പൗഡർ ഇട്ട് വന്ന് ഈ വീഡിയോ എടുക്കാത്തത്. ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.